ഇന്നൊരു ചെമ്മീൻ ചക്കക്കുരു തോരനായാലോ? ആ ചെമ്മീൻ്റെ രുചിയും ചക്കക്കുരുവിൻ്റെ മയവും കൂടെ ആകുമ്പോൾ തോരൻ സൂപ്പർ. എങ്കിൽ വാ, ആദ്യം തന്നെ ചെമ്മീൻ നമുക്ക് വേവിക്കാൻ വെക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും കൂടി ഇട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ചെമ്മീൻ വേവിക്കാൻ വെക്കാം. ചെമ്മീൻ വെന്ത് വരുമ്പോഴത്തേക്കും അതിന് വേണ്ടിയ പീര നമുക്ക് റെഡിയാക്കാം. ആ പീരയിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് ജാറിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 2 ചെറുള്ളി വേണം. കാന്താരിമുളകാണ് നമ്മളിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകായാലും എടുക്കാം. ഒരു 8 കാന്താരിമുളക് 8ഓ 10ഓ. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി വേണം. കറിവേപ്പില കൂടെ ഇട്ട് അരച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീൻ ഏകദേശം വെന്തിട്ടുണ്ടായിരിക്കും. ഈ ചെമ്മീൻ വെന്തിട്ടുണ്ട്. ചെമ്മീനിലേക്ക് കഴുകി നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചെമ്മീൻ്റെ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ചക്കക്കുരു വെന്ത് ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റും ചക്കക്കുരുവിൻ്റെ ഇതും കൂടെ ആകുമ്പോൾ സെറ്റാവും. വെള്ളമൊക്കെ പറ്റി ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പയിലേക്ക് ഇടാം. ആ പീരയും കൂടെ ചെമ്മീനും ചക്കക്കുരുവിലും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരു ചെമ്മീനും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് തളിച്ചൊഴിക്കണം. അപ്പം നമ്മൾ വേറെ ചട്ടിയിൽ കടുകും കറിവേപ്പിലയും കൂടെ താളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടുമ്പോൾ ഒരു കളർഫുള്ളായിട്ടുണ്ട്. സംഭവം കളർഫുള്ളായി. ഇനി നമുക്ക് ഒന്നും കൂടി നടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീനും ചക്കക്കുരുവും തോരൻ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തേക്കാം. ഈ ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഈ ചെമ്മീനും ചക്കക്കുരും തോരൻ കഴിച്ചിട്ടുണ്ടല്ലോ, എന്താ ടേസ്റ്റ്! നമ്മുടെ ചെമ്മീൻ ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചെമ്മീൻ ചക്കക്കുരു തോരൻ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.